ഇന്ന് ഒരുപാട് ജോലികളുള്ള ദിവസമാണേ. കാരണം അമ്മ ഇന്ന് വീട്ടിലില്ല. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കുടിച്ചങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മ ഉണ്ടാക്കി തരുന്ന കാപ്പിയുടെ ടേസ്റ്റിൻ്റെ 7 അയലക്കത്തോലും വരില്ലേ ഞാനിടുന്ന കാപ്പിക്ക്. അങ്ങനെ ചൂട് കാപ്പി ഊതി ഊതി കുടിക്കുമ്പം ദേ അപ്പുറത്തുനിന്നൊരു ശബ്ദം. ചെന്ന് നോക്കിയപ്പോൾ ദേ കിടക്കുന്ന നമ്മുടെ കുഞ്ഞുവാവ എഴുന്നേറ്റിട്ട് കേട്ടോ. എന്നാൽ പിന്നെ പൊന്നൂസും കൂടി എണീറ്റൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പം ദേ നല്ല ഉറക്കത്തിലാണേ. പുറത്താണെങ്കിൽ നല്ല തണുപ്പും കൂടെ നല്ല ഇളം വെയിലും. ആഹാ എന്ത് സുഖം. അല്ലെങ്കിലും രാവിലെ ഈ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണല്ലോ. വൈറ്റമിൻ ഡി കിട്ടും, വൈറ്റമിൻ ഡി. അങ്ങനെ ഫ്രീ ആയിട്ട് വൈറ്റമിൻ ഡി കിട്ടുമെന്നും പറഞ്ഞ് ഇവിടെ നിന്നാലേ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. പൊന്നൂസ് എണീക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ റെഡിയാക്കേണ്ടതാണ്. ഇനി രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചതാണല്ലോ എന്നാണെങ്കിൽ അതൊരു ട്രയലായിരുന്നേ. ഇനിയാണ് ഒറിജിനൽ. കരിഞ്ഞുണങ്ങിയ പോലെ ഇരിക്കുന്ന കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നേ. ഇതിൻ്റെ കളർ കരിഞ്ഞ പോലെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകം അത്ര നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ആവശ്യമുള്ള പഴം എടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. പഴം വേകുന്ന സമയം കൊണ്ട് ചായ കൂടി ഇടാവേ. ഒരുപാട് കടുപ്പം ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ചായപ്പൊടി ഇടുന്നുള്ളേ. അല്ലാതെ ചായപ്പൊടി തീരുവായിട്ടല്ല. അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ട കേട്ടോ. ഇതൊക്കെ അമ്മ ചെയ്തു തരുവേ. പൊന്നൂസ് ആണെങ്കിൽ ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ. ചേച്ചിയുടെ അനിയത്തിയുടെ സ്നേഹപ്രകടനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരടിച്ച് വിരിയുവേ. ഇന്നലെ രാത്രിയിൽ വെച്ച് ചോറിൻ്റെ ബാക്കിയുണ്ടായിരുന്നേ. അത് ഞാൻ തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുണ്ടേ ഉച്ചക്കത്തേക്ക് വേണ്ടി. എങ്കിൽ പിന്നെ ഈ അരിയെല്ലാം കൂടെ തട്ടിക്കൊട്ടി ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾക്കല്ല, ഡാഡിക്കാണേ. ഡാഡിയാണെങ്കിൽ വെള്ളരിച്ചോറിൻ്റെ ഒരു ബിഗ് ഫാനാണേ. അങ്ങനെ എപ്പോഴും പറ്റിയില്ലേലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ ഇഷ്ടമൊക്കെ നമ്മൾ പരിഗണിക്കണ്ടേ. വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് കഞ്ഞി തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്ത് മൂടി വെച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പം അരി നല്ലപോലെ വെന്തിട്ടുണ്ടാവുമേ. കണ്ടോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ അവരടിച്ചു പിരിയുന്നു. ഒരാളാണെങ്കിൽ ഇത് ഇന്ത്യയുടെ അതിർത്തി എത്തിയെന്നും പറഞ്ഞാൽ പോകാൻ സ്ഥലമില്ലാതെ അവിടെ അടങ്ങിക്കിടക്കുന്നുണ്ട്. പൊന്നൂസാണെങ്കിൽ തിരിഞ്ഞും കിടപ്പുണ്ട്. ഈ എന്നത്തെയും പോലെ തന്നെ അടുത്ത പരിപാടി എന്തെന്ന് ചോദിച്ചാൽ ഓലത്തുമ്പത്തിരുന്ന് ഉയ്യാലാടും ചെല്ല പൈങ്കളി എന്നുള്ള പാട്ടൊക്കെ പാടി കുഞ്ഞുവാവേനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാവേ. കുളി കഴിഞ്ഞാൽ ഉറക്കം മുഖ്യം ബിഗിലേ. എങ്കിൽ പിന്നെ കുറച്ച് പൗഡറും കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. കൊച്ചിറങ്ങി, ഇനി കറി വെക്കാൻ പോകാം. കയ്യിൽ കിട്ടിയ കുറേ അൽക്കുലത്തെ സാധനങ്ങളെല്ലാം കൊണ്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാവേ. ചേമ്പ്, ചേന, മത്തങ്ങ ഈ കറിയും ഞാൻ ഡാഡിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുവാണേ. കാരണം ഡാഡിക്ക് ഇങ്ങനെയുള്ള കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെയാണെങ്കിൽ 3 കറി ഉണ്ടാക്കാൻ നല്ലേ. 3 സാധനങ്ങൾ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചേനയ്ക്ക് പകുതി വേവാകുമ്പോൾ ബാക്കി ചേമ്പും മത്തങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്യാമറ ഡാർക്ക് ആകുന്നുണ്ടോയെന്നാണേ. മനസ്സിലായില്ലേ, ലൈറ്റ് മങ്ങുന്നുണ്ടോയെന്ന്. ചേന കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലൊന്നും അല്ലേ, സാധാരണ പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ചേന പകുതി വേവാകുമ്പം ചേമ്പും മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ, ചെറിയുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണേ. വെന്ത കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഉടച്ചെടുത്ത് ഈ അരപ്പും കൂടി ചേർത്ത് കടുകും പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ആണോ എന്ന് ചോദിച്ചാൽ മേടിച്ചപ്പോൾ ഫ്രഷ് ആയിരുന്നു. ഇപ്പോൾ ഇത് ഫ്രഷ് ആണോ എന്നറിയത്തില്ല. ഇനി പിന്നെ അതെല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ചിട്ട് ഒരു തോരനങ്ങ് സെറ്റാക്കി. ഇനിയൊരു അൺബോക്സിങ് വീഡിയോ ആണേ. ഈ അൺബോക്സ് ചെയ്യുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ അത് പച്ചമുളകാണേ. മുമ്പിലത്തെ വീട്ടിലെ ദിനേശൻ ചേട്ടനും സുമിത്ര ചേച്ചിയും സ്നേഹത്തോടെ കൊണ്ടുത്തന്നാണ്. അവരുടെ കൃഷിയിടത്തിൽ വിഷമിടാതെ കൃഷി ചെയ്ത നല്ല അടിപൊളി നീളമുള്ള പച്ചമുളക്. കണ്ടിട്ട് ഉജ്ജ്വല, അനുഗ്രഹിയോ ജ്വാലാമുഖിയൊക്കെയാണെന്ന് തോന്നും. ഇനി ഇവരൊക്കെ ആരാന്ന് ചോദിച്ചാൽ അത് പച്ചമുളകിൻ്റെ തറവാട്ട് പേരാണേ. എരിവിൻ്റെ നല്ല കുത്തുന്ന മണം. ഇനി ഇതും തുറന്നു പിടിച്ച് ഞാൻ അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എയറിൽ പറക്കും. ഡാഡി ഇതിനിടയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയേ. ഇനി ഞങ്ങളും കൂടി കഴിക്കട്ടെ. ദേ ഇപ്പോൾ ഉണ്ടാക്കിയ പേരില്ലാത്ത കറി, പിന്നെ ചീരത്തോരൻ, മീൻ വറുത്തത്, പിന്നെ പാവയ്ക്ക ഉണങ്ങി വറുത്തതുകൊണ്ട് കാന്താരിമുളക് വറുത്തതുകൊണ്ട്. പൊന്നൂസ് ഇതാ പാവയ്ക്കെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നിരിപ്പുണ്ടേ. കഴിഞ്ഞ ദിവസം ഒരു ചാമ്പയുടെ കമ്പ് വെട്ടിയിട്ടായിരുന്നേ, ഇലയെല്ലാം പൊഴിഞ്ഞു പോകാൻ വേണ്ടി. ഇന്നത് സെറ്റാക്കി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടേ, കുഞ്ഞു കുഞ്ഞു സ്റ്റാറാക്കി തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നലെ കുറച്ച് സ്റ്റാറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം നൂലിൽ കെട്ടി തൂക്കി ഈ കമ്പയെ കൂടെ തൂക്കിയിടണം കേട്ടോ. ഇനി അടുത്ത പരിപാടി അതാണേ. കണ്ടോ, എല്ലാ സ്റ്റാറിലും ഞാൻ നൂല് കെട്ടിയെടുത്തിട്ടുണ്ടേ. ഇനി ഇതെല്ലാം ആ കമ്പയെ കൂടെ തൂക്കിയിടണം. ഇനി ഇതാണോ വാൽനക്ഷത്രം? വാൽനക്ഷത്രമല്ല, വാല് പോയ നക്ഷത്രം. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണേ. ഇനി ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് നക്ഷത്രം എല്ലാം കമ്പേ തൂക്കണം. ഫൈനലി ഉണ്ടാക്കിയെടുത്ത സ്റ്റാറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടേ. നൂല് കെട്ടിയിട്ടത് കൊണ്ട് കാറ്റത്ത് ഇങ്ങനെ കിടന്ന് ആടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി കുറച്ച് ലൈറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ അതിലും നല്ല രസമായിരിക്കും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.